ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഹോം ടൂർ എടുക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ചായ എല്ലാം കുടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാറില്ലേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ചായ കുടിക്കാറുണ്ട് ഗൈസ്. ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് അത് എടുക്കാൻ വിട്ടുപോയതാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിന്ന് ഹോം ടൂർ എടുക്കാം. ഓക്കെ കമോൺ ഗൈസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ ഓക്കെ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം. കമോൺ. ഇവിടെ 2 സ്റ്റെപ്പുകളുണ്ട്. ഇത് നമ്മുടെ ഹാളിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. നമ്മുടെ ടി വി സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ടീപ്പോയി, അതിൽ ഞങ്ങളുടെ ഫോണ്, ചാർജർ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. പിന്നെ ഇവിടെ വന്നിട്ട് ദൈവ ഫോട്ടോ, ക്ലോക്ക് അങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ 3 ദൈവ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 റൂംസാണുള്ളത്. ഒരു റൂംസ് വന്നിട്ട് ഒരു റൂമിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ഇത് അമ്മയുടെ സാധനങ്ങളെല്ലാം. കറണ്ട് ഇല്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് ഇല്ലാത്ത കറണ്ട് പോയിരിക്കുകയാണ്. ഇത് അമ്മ സാരിയും കാര്യങ്ങളെല്ലാം ചുറ്റും മടക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അമ്മയുടെ സാരിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ അമ്മയുടെ അനിയത്തിയുടെ നമ്മുടെ പഴയ ഡ്രസ്സും കാര്യങ്ങളെല്ലാം. പിന്നെ ഡാഡി ആകെ അലങ്കൂലയിൽ കിടക്കുന്നുണ്ട്. ടീപ്പോയി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ആക്ച്വലി കറണ്ട് പോയതുകൊണ്ട് ഫ്ലാഷ് ഓണാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി അടുത്ത റൂമിലേക്ക് പോവാം. ഓക്കെ. പിന്നെ ഇത് ടീപ്പോയി, ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഹെൽമെറ്റും കാര്യങ്ങളുണ്ട്. കറണ്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വെളിച്ചത്തിലെടുക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ ഷിമോഗിന്ന് കൊണ്ടുവന്ന ബാഗെല്ലാം കേട്ടോ. ഇത് പിന്നെ നമ്മുടെ അൽമാരയിലാണ് സാധനങ്ങളെല്ലാം ഉള്ളത്. കുറച്ചുകൂടി വെളിച്ചം കിട്ടി കട്ട മാറ്റി വെളിച്ചമായി തോന്നി റൂമിൽ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ പഴയ ഡ്രസ്സെല്ലാം നമ്മൾ ഇവിടെ വയ്ക്കാറ്. അടിയിൽ കുറച്ച് പുതപ്പ് കാര്യങ്ങൾ, ബാഗ്, അവൾക്ക് അനിയത്തിക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവളുടെ ഇത് നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ ഫ്രെയിമാണ്. ഫ്രണ്ട്സ് മാരേജിന് തന്നതാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ, ക്രീം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമുക്കിനി അടുത്ത് നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. ഓക്കെ. ഇത് നമ്മുടെ ഹാള് ഞാൻ കാണിച്ചു തന്നായിരുന്നു ആദ്യം. കിച്ചൺ ആകെ അലങ്കോലമാണ് ഗൈസ്, സത്യം പറയാലോ. ഫുൾ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഏകദേശം ഇവിടെ അമ്മ പച്ചക്കറി സാമഗ്രികൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനിയും കിച്ചണിൽ പണി കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ. ഇവിടെ നമുക്ക് അടുക്കളയിൽ ഇനിയും കുറച്ച് പണിയുണ്ട്. ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ കുറച്ച് പണിയുണ്ട്. നമുക്കിവിടെ സ്റ്റാൻഡ് വെക്കൽ, അങ്ങനെ കുറച്ച് പണികളെല്ലാം ഉണ്ട്. അടുക്കള ഫുള്ള് തേക്കണം. പിന്നെ ഇവിടെ സിങ്ക്, സ്ലാബ്, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളൂ. നമ്മൾ പെട്ടെന്ന് സാഹചര്യം കൊണ്ട് അവിടെ നിന്ന് മാറി വന്നതാണ്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് അമ്മയുടെ സാധനങ്ങൾ, അടുക്കളയിൽ സാധനങ്ങളെല്ലാം അമ്മയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ മല്ലിമുളക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പൊടിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് ഇങ്ങനെ വെച്ചു എന്നുള്ളൂ. പാത്രങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ പുറത്താണ് അമ്മ അടുപ്പ് ഉപയോഗിക്കാറുണ്ട് അമ്മ നന്നായിട്ട്. ഗ്യാസ് അപ്പോൾ നമുക്ക് അത്ര ചിലവാവില്ല. ഇവിടെ പുറത്ത് ചോറ് വെക്കൽ, കറി വെക്കൽ, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. ഇവിടെ അലക്കൽ, അവിടെ ഒരു അലക്കലുണ്ട്. നമുക്ക് അലക്കൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് സൈഡ് വശം. പിന്നെ ടെറസിൻ്റെ മേലേക്ക് വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഗൈസ്. അവിടെ ഫുള്ള് പ്ലെയിൻ ആയിട്ടായിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ടെറസിന് ഒന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയില്ല. ഫുള്ള് നല്ല വെയിലാണ്, എനിക്ക് പോകാൻ വയ്യ ഗൈസ്, അതുകൊണ്ട് ഞാൻ പോകാത്ത. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.